ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നീറ്റ് റൂം ടൂർ, എൻ്റെ 2 വർഷത്തെ നീറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഉപയോഗിച്ച റൂം, ആ സെയിം കാര്യം ഞാൻ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് വേണോ എന്ന് ഞാൻ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് പേര് വേണമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നീറ്റ് റൂം ടൂറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ 2 വർഷത്തെ യൂസ് ചെയ്ത ബയോളജി ബുക്ക് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ബയോളജി ബുക്ക് എങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്, അതുപോലെ തന്നെ നമ്മളൊക്കെ നീറ്റ് പഠിക്കുമ്പോൾ പറയും, നമ്മളൊരു ബുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത കോലത്തിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് നോർമലി. സോ എൻ്റെ ബയോളജി ബുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക, എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ മൊമെൻറ്റോസ്, ട്രോഫീസ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു ചെറിയൊരു വീഡിയോ, പിന്നെ നീറ്റ് റൂം ടൂർ, ഞാൻ എല്ലാ കാര്യങ്ങളും സെയിം അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ നീറ്റ് റൂം ടൂർ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ 1 വർഷം യൂസ് ചെയ്ത റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നോർമൽ ഒരു ബേസിക് സെറ്റപ്പ്. നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നോർമലി ഒരു നീറ്റ് ആസ്പിറൻറ്റിൻ്റെ റൂമിൽ പോയി കഴിഞ്ഞാൽ, ഹോസ്റ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഈ വാളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അവർ ഓരോ കാര്യങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടില്ല. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെക്കും, പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇത് എൻ്റെ ബയോളജി ബുക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടാബ് വെച്ചത് ബയോളജി ബുക്കിൻ്റെ മേലെയാണ്. പിന്നെ ഇത് എൻ്റെ നോട്ടാണ് കേട്ടോ, ഇത് എൻ്റെ നോട്ടാണ്. ഓക്കെ, ഇതാണ് എൻ്റെ നോട്ട് എന്ന് പറയുന്നത്. സോ ഓരോ ചാപ്റ്ററിനും ഓരോ നോട്ടാണ്. ഇതാണ് ഒരു ബേസിക് സെറ്റപ്പ്. എന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ലാപ്പ് ഉണ്ടാവാറുണ്ട്. ഈ ലാപ്പ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യൽ ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാം എഴുതാം സൺഡേസിൽ മാത്രമാണ് ലാപ്പ് എടുക്കൽ. പഴയ ലാപ്പാണ്. ഓക്കെ, വിൻഡോസിലെല്ലാം ചെയ്യാറുള്ളത്. ഉബുണ്ടു എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, ഉബുണ്ടുലാണ്. കാരണം വെച്ചാൽ പഴയ ലാപ്പ് ആയതുകൊണ്ട് വിൻഡോസ് ലാഗാണ്, അതുകൊണ്ട് വിൻഡോസ് ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ചെറിയൊരു ഫാൻ. ഞാൻ നോർമലി എന്താ പറയുക, ചൂടൊക്കെ ആവുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിലായിരിക്കും നമ്മൾ കാര്യമായിട്ട് ക്ലാസ് കേൾക്കുന്നത്. ഓക്കെ, കസ്റ്റമൈസ്ഡ് ടാബാണ്. അപ്പോൾ ഇതിലെന്താണ്, നമുക്ക് ക്ലാസ് അവർ ലോഡ് ചെയ്ത് തരും. ഇപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് അവർ ക്ലാസ്സസ് ലോഡ് ചെയ്യും. സോ അതിൽ ക്ലാസ് കേട്ടിട്ട് പഠിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഫിസിക്സ്, അതുപോലെ തന്നെ ഒരുപാട് ബുക്ക് ഉണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ ഡെയിലി നീറ്റ് പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് മാത്രമാണ് എൻ്റെ നീറ്റ് പ്രിപ്പറേഷനിൽ ഞാൻ യൂസ് ചെയ്ത ഒരു നീറ്റ് റൂം എന്ന് പറയാം. അല്ലാതെ വളരെ വലിയ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ വളരെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു നീറ്റ് ക്രാക്ക് ചെയ്തൊരു, ഞാനൊരു നീറ്റ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സെറ്റപ്പ്, ചെറിയൊരു സെറ്റപ്പ്, നിങ്ങൾ നോർമലി എങ്ങനെയാണ് ഇരിക്കാറ് ആ ഒരു സെറ്റപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു നീറ്റ് റൂം എന്ന് പറയുന്നത്. ഈ ഒരു ടാബിളിൽ ഇരുന്നായിരിക്കും എൻ്റെ 2 വർഷത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയാണ് പോകുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇനീഷ്യലി നമുക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവും. സോ ആദ്യമായിട്ട് പറയാനുള്ളത്, എൻ്റെ ഈ ഒരു ടാബിൽ ഇത് കസ്റ്റമൈസ്ഡ് ടാബ് ആയിരിക്കും. നമുക്ക് എന്തുണ്ടാവില്ല, ഇതിൽ സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റ, വാട്സപ്പ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ആപ്പ്, ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് അവരുടെ ആപ്പ് കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ മാത്രം ലോഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് വരുന്നത്. സോ നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇവിടെ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ നമുക്കുള്ളത് ഇതാണ് എൻ്റെ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ ക്ലാസ് കേൾക്കും. നോർമലി ക്ലാസ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യും, നോട്ട് എഴുതിയിട്ട് പോകും. സോ ഓരോരോ ചാപ്റ്ററിനും ഓരോരോ നോട്ടായിരിക്കും എനിക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ എന്നുള്ള ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, ഷോർട്ട് നോട്ടിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ചാപ്റ്ററിൻ്റെ ഒരു നോട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഇവിടുത്തെ ഹെഡിങ് നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഷോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ അതിൽ അണ്ടർലൈൻ ചെയ്ത കാര്യം ജസ്റ്റ്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി, റീഡ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ മിസ്റ്റേക്ക് ബുക്ക് വേണമെന്ന് ചോദിച്ചവരോടൊക്കെ പറയാനുള്ളത്, ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്തെങ്കിലും നമുക്ക് തെറ്റിപ്പോയ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ എന്ത് ചെയ്യാൻ എഴുതി വെക്കും. സോ അപ്പോൾ ഒരു ചാപ്റ്ററിന് ഒരു നോട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഞാൻ ഈ ഒരു പേപ്പറിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത് നമുക്ക് ഒരു 100 രൂപക്ക് അല്ലെങ്കിൽ 60 രൂപക്കൊക്കെ 1 കിലോനൊക്കെ ഈ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു 4-5 പേപ്പർ ഞാൻ എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, അത് സെൻട്രൽ ലൈൻ പിൻ ചെയ്തിട്ട് ഒരു ബുക്ക് രീതിയിലാക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാനുള്ളത്, ഇത് നോട്ട് കാണും. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് നോർമലി നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, എന്നാലുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുക. സോ ഞാൻ ഐപാഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബുക്കുകൾ, ഫിസിക്സ് ഒക്കെ ഇത് ടെക്സ്റ്റ് ആണ്. ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്സ് ഒന്നും ഞാൻ ടെക്സ്റ്റ് റീഡ് ചെയ്തിട്ടില്ല. പിന്നെ കെമിസ്ട്രി ഉണ്ട്, ഇത് പാർട്ട് 2 ആണ്. ആ കെമിസ്ട്രി പാർട്ട് 2 നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. ഇനോർഗാനിക് ആണോ, അല്ലല്ല, ഓർഗാനിക് കെമിസ്ട്രി ആണ് പാർട്ട് 2 വരുന്നത്, +2 ആണ്. സോ അത് ഞാൻ റീഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അത് ഒരു തവണയിൽ ഞാൻ റീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഹൈലൈറ്റ് ചെയ്ത കാര്യം മാത്രം പിന്നെ വീണ്ടും ഞാൻ റീഡ് ചെയ്യും. സോ കെമിസ്ട്രിൻ്റെ കാര്യം അങ്ങനെ. പിന്നെ ഇത് +1 പാർട്ട് 1 ആണ്. ഇതും എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്,
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചാപ്റ്ററും റീഡ് ചെയ്തിട്ടില്ല. ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഒന്നും ഞാൻ റീഡ് ചെയ്തിട്ടില്ല കെമിസ്ട്രിയിൽ. പിന്നെ ഫിസിക്സ് ഇത് ഫിസിക്സ് ആണ്. ഫിസിക്സ് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല, ഒരു ചാപ്റ്ററും എന്ത് ചെയ്തിട്ടില്ല, റീഡ് ചെയ്തിട്ടില്ല. അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ബയോളജി ബുക്ക് കാണിച്ചു തരാം. ഞാൻ ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ബയോളജി ബുക്ക് എന്ന് പറയുന്നത് ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സോ ഇത് +2 ബയോളജിയാണ്. ഓക്കെ, ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ബുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല നിങ്ങൾക്ക്, ഇത് ഇവിടെ പേജ് പോകുന്നത് ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്തും ഈ ബുക്ക് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത സമയത്തും ഈ ബുക്ക് തന്നെയാണ്. +1ഉം +2ഉം ഈ ബുക്ക് തന്നെ. +1 അല്ലത് +2 ബുക്കാണ്, +2ലും ഈ ബുക്കാണ്. സോ പറയാനുള്ളത്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക, പേപ്പർ ഫുള്ള് പോന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഈ സെയിം രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ബുക്ക് വാങ്ങും, പക്ഷേ വേറെ ബുക്ക് വാങ്ങിയിട്ടില്ല. അതിനൊക്കെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ നല്ല യൂസ് ചെയ്തിട്ടുണ്ട്. ബുക്ക് യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ആർക്കും പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത പോലത്തിലാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ആക്കണം ബുക്ക് എന്ന് വെച്ചാൽ അത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ബുക്ക്. സോ ഞാൻ 2 വർഷം ഇത് എന്താ പറയുക അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ പേപ്പറും പോന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സൈഡിൽ എഴുതി വെക്കാറുണ്ട്. നോർമലി നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനല്ലേ എഴുതി വെക്കാറുണ്ട് നോർമലി. സോ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ലൈനും ഞാൻ എങ്ങനെ വായിക്കൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടായിരിക്കും വായിക്കുക. അപ്പോൾ ഓരോ പോയിന്റ് മിസ്സാവില്ല. അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ എന്താ പറയുക, എല്ലാ സെൻറ്റൻസും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വെറുതെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ഇതിലിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, സോ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബയോളജി ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇനി ഇത് എന്തിനും പറ്റാത്ത കോലത്തിലാക്കിയിട്ടുണ്ട്. സോ ഇത് ഞാൻ വീണ്ടും യൂസ് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബുക്കിനോട് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ബുക്കിനോട് അത്രയും ഇതായി. പിന്നെ ബുക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ ബുക്ക് പഠിക്കുമ്പോൾ അത്ര ഈ ഒരു ആൾറെഡി പഠിച്ച ബുക്ക് പഠിക്കുന്ന സുഖം നമുക്ക് കിട്ടൂല. ഓക്കെ, സോ അങ്ങനെയായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ട്രോഫീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ എനിക്ക് കിട്ടിയ മൊമെന്റോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇത് സൈലം എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അവാർഡാണ്. ഓക്കെ, സൈലം മെഡിക്കൽ അവാർഡ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ നിന്ന് കിട്ടിയ ഓരോ മൊമെന്റോസ് ആണ്. ഓക്കെ, പിന്നെ എനിക്ക് സൈലത്തിൽ നിന്ന് മാത്രമല്ല വേറെയും കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും സൈലം തന്നതാണ്. സൈലത്തിന്റെ 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് എന്ത് ചെയ്തതാണ്, സൈലം തന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഈ ഒരു മെഡൽ എന്ന് പറയുന്നത് സൈലം തന്നതാണ്. സോ ഇത് മാത്രമല്ല ഇനിയും കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിൽ എന്ത് ചെയ്തിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക നീറ്റ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നീറ്റ് റൂം സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലാവുമ്പോൾ ഉള്ള അത്ര വലിയ സെറ്റപ്പും ഈ നമ്മൾ ചുമരുമ ഒട്ടിക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒന്നും വീട്ടിലിരിക്കുമ്പോൾ നോർമലി നടക്കില്ല. എന്ന് വെച്ചാൽ അങ്ങനെയാണ്, വീട്ടിലിരിക്കുമ്പോൾ അത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സെറ്റപ്പ്. ഈ ഒരു ബേസിക് സെറ്റപ്പിലാണ് 2 വർഷം ഞാൻ പഠിച്ചത്. ഓക്കെ, എക്സാം എഴുതുമ്പോൾ ലാപ്പ് യൂസ് ചെയ്യും, ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ ടാബ് യൂസ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ടാബിലാകുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് വർക്കിംഗ് ആണല്ലോ, അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ എക്സാമിൽ ആപ്പിലാണ് നോർമലി യൂസ് ചെയ്യാറ്. എന്ന് വെച്ചാൽ നമ്മൾ വെബ്സൈറ്റ് വഴി എക്സാം എഴുതാൻ കയറുമ്പോൾ ഒന്നും കൂടി സുഖമാണ്. അപ്പോൾ നമുക്ക് ടാബ് കസ്റ്റമൈസ് ആയതുകൊണ്ട് നമുക്ക് ക്രോമും കാര്യങ്ങളൊന്നും കിട്ടൂല, ഗൂഗിളും കാര്യങ്ങളൊന്നും കിട്ടൂല. സോ ഇതൊക്കെയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള റൂം സെറ്റപ്പ്. പിന്നെ എനിക്ക് കിട്ടിയ മൊമെന്റോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഇനി സെക്കൻഡ് ഇയർ തുടങ്ങുകയാണ്. സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും എന്തുണ്ടാവും, നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. സോ ജസ്റ്റ് ലൈക്ക് ദി വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല വീഡിയോസ് എന്ത് ചെയ്യാനായിട്ട് വരാനുണ്ട്. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.